ഹലോ ഗൈസ്, ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നെത്തോലി കറിയാണ്. നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടതായ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില ഇവ മൂന്നും മിക്സിയുടെ ജാറിലെടുത്ത് ചതയ്ക്കുക. പിന്നെ നമ്മൾ ഈ കറി വെക്കേണ്ട പാത്രം എടുക്കുക. അതിലോട്ട് ഞാൻ മുരിങ്ങക്ക, മാങ്ങ, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇടുന്നുണ്ട്. മുരിങ്ങയ്ക്ക അരിഞ്ഞിട്ടു. മാങ്ങ ഞാൻ പുളിയില്ലാത്ത മാങ്ങയാണുള്ളത്, അതുകൊണ്ട് ഞാൻ പുളിയില്ലാത്ത മാങ്ങയാണ് ഇടുന്നത്. അതുകൊണ്ട് ഇനിയും പുളി ആവശ്യം വരും. അപ്പോൾ ഞാൻ കുറച്ച് പുളി എടുത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇത്രയും ഒരു പാത്രത്തിലോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടെടുത്ത് ഇതിലോട്ട് ഇടുക. ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പുളിയേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ചതച്ചതിലിട്ടിലോട്ട് അതിലോട്ട് നെത്തോലി മീനിടുക. നെത്തോലി മീനിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആ അരപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്ന പുളിയുണ്ട്, ആ പുളിയെ നല്ലപോലെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. എൻ്റെ മീൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു ചീനിച്ചട്ടി എടുക്കുക. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. കടുകിടുക. കടുക് വറുക്കാനാണ് പോകുന്നത്. കടുകിടുക, കറിവേപ്പില ഇടുക. ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്, അതും പിന്നെ 2 വറ്റൽ മുളകും കറിവേപ്പില ഇട്ടെടുക്കുകയാണ്. അത് മീനിൻ്റെ പുറത്തോട്ട് ഒഴിക്കുക. ഇപ്പം എൻ്റെ മീൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.